നാരായണീയം ദശകം 15 കപിലോപദേശം. മതിരിഹ ഗുണസക്താ ബന്ധകൃത്വേഷ്വസക്താ തുമൃതകൃതു പരും തേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യാ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരിതി ത്വം ദേവഹൂത്യൈനഗാദീഹി. അർത്ഥമൊന്ന് നോക്കാം. ഈ ലോകത്തിൽ വിഷയങ്ങളോട് മനസ്സിന് അല്ലെങ്കിൽ ബുദ്ധിക്ക് പ്രേമമുണ്ടായാൽ അതാണ് ബന്ധം. വിഷയങ്ങളോട് പ്രേമമില്ലാതായാൽ അതുതന്നെ മോക്ഷം. ഭക്തിയോഗം ഈ വിഷയാസക്തിയെ തടയുന്നു. അതിനാൽ ഈ ലോകത്തില് സത്സംഗം കൊണ്ടുണ്ടാകുന്ന ഭക്തി തന്നെയാണ് സമ്പാദിക്കേണ്ടത്. ശ്ലോകം 2. പ്രകൃതി മഹദഹങ്കാരാച്ഛ മാത്രാച്ഛ ഭൂതാനി അഭിഹൃതപിതസാക്ഷി പുരുഷ പഞ്ചവിംശഃ ഇതി വിദിത വിഭാഗോ മുച്യതേ സൗ പ്രകൃത്യാഃ കപിലതനുരിതി ത്വം ദേവഹൂത്യൈനഗാദീഹി. അർത്ഥമൊന്ന് നോക്കാം. പ്രകൃതി അഥവാ മൂലപ്രകൃതി അല്ലെങ്കിൽ മായ എന്ന് പറഞ്ഞാൽ മഹത്തത്വം, അഹങ്കാരം, ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന പഞ്ചതന്മാത്രകൾ, ആകാശം, വായു, തേജസ്, അപ്പ, പൃഥിവി എന്നീ പഞ്ചഭൂതങ്ങൾ, അന്ധകരണം, ചെവി, ത്വക്ക്, കണ്ണ്, നാക്ക്, മൂക്ക് എന്നീ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, വാക്ക്, പാണി, പാദം, വായു, ഉപസ്ഥം എന്നീ പഞ്ചകർമ്മേന്ദ്രിയങ്ങളും ചേർന്ന 24 തത്വങ്ങളും എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്നുള്ള 25ാമത്തെ തത്വവും തിരിച്ചറിയുന്നവൻ മായയിൽ നിന്ന് മുക്തനായി തീരുന്നു എന്ന് കപിലസ്വരൂപനായ ഭഗവാൻ ദേവഹൂതിയോട് പറഞ്ഞു. ശ്ലോകം 3. പ്രകൃതിഗത ഗുണൗഘൈനാജ്യതേ പൂരുഷോയം യദി തു സജതി തസ്യാം തദ്ഗുണാസ്ത്വം ഭജേരൻ മദനുഭജന തത്വാലോചനൈ സാപ്യപേയാത് കപിലതനുരിതി ത്വം ദേവഹൂത്യൈനഗാദീഹി. അർത്ഥമൊന്ന് നോക്കാം. ഈ ജീവാത്മാവ് മായാധർമ്മങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെടുന്നില്ല. പക്ഷെ മായയാൽ ആത്മാവ് ശക്തനാകുകയാണെങ്കിൽ മായ ആത്മാവിന് ബന്ധനാക്കും എന്ന് പറഞ്ഞാൽ ഈ ബന്ധം കേവലം തോന്നലാണ്. ആ ബന്ധത്തിൽ നിന്നും ഭഗവാനെ കുറിച്ചുള്ള അഥവാ ഭഗവത് രൂപത്തിന്റെ നിരന്തര ധ്യാനവും ഭഗവത് യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനവും കൊണ്ട് ആത്മാവ് മുക്തനാകും എന്നു കപിലസ്വരൂപനായ ഭഗവാൻ ദേവഹൂതിക്ക് ഉപദേശിച്ചു കൊടുത്തു. ശ്ലോകം 4. വിമല മതിരുപാത്തേയാസനാദ്യൈർമദംഗം ഗരുഡ സമതിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുളിത തമാലം ശീലയേതാനുവേലം കപിലതനുരിതി ത്വം ദേവഹൂത്യൈനഗാദീഹി. അർത്ഥമൊന്ന് നോക്കാം. യമനിയമങ്ങൾ കൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കി ചെയ്തതിന് ശേഷം ആസനം, പ്രാണായാമം, ധാരണ, ധ്യാനം, സമാധി എന്നിവ കൊണ്ട് ഗരുഡന്റെ പുറത്തിരിക്കുന്നതും ദിവ്യങ്ങളായ വനമാല, കൗസ്തുഭരത്നം തുടങ്ങിയ ആഭരണങ്ങൾ കൊണ്ടും ശംഖ് ചക്രാദി ആയുധങ്ങൾ കൊണ്ടും ശോഭിക്കുന്നതും തമാല വർണ്ണത്തോടു കൂടിയതുമായ ഭഗവാന്റെ ശരീരം ഇടവിടാതെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം എന്ന് കപിലരൂപിയായ ഭഗവാൻ ദേവഹൂതിയോട് പറഞ്ഞു.
നാരായണീയം ദശകം 15 കപിലോപദേശം ശ്ലോകം 5. മമ ഗുണഗണലീലാ കർണനൈ കീർത്തനാദ്യൈഃ മൈസുരസരിദോഘ പ്രജ്ഞചിത്താനുവൃത്തിഃ ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രീ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഃ. 5ന്റെ അർത്ഥം നോക്കാം. എന്റെ ഗുണങ്ങളും ലീലാചരിതങ്ങളും കേൾക്കുകയും എന്റെ നാമങ്ങൾ ചൊല്ലുകയും ചെയ്ത് ഗംഗാപ്രവാഹം പോലെ പരിശുദ്ധമായും നിരന്തരമായിരിക്കുന്നതുമായ ചിത്താനുവൃത്തിയോടു കൂടിയിരിക്കുന്ന പരമഭക്തി ഉണ്ടാകുന്നു. ആ ഭക്തി നശ്വരതയിൽ നിന്നും ഭക്തനെ സ്വതന്ത്രനാക്കുന്നു എന്ന് കപിലവടുവത്ത ഭഗവാൻ ദേവഹൂതിക്കായിക്കൊണ്ട് പറഞ്ഞുകൊടുത്തു. ഹരി ഓം.